ആവണി മോൾ എപ്പോഴാ വരുന്നത്? സ്കൂള് വിട്ട് വരുമ്പോ 4:30 ഇടയ്ക്ക് കുറച്ച് ദിവസം അനൂപേട്ടൻ കൊണ്ടുവിട്ടോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ വീണ്ടും സ്കൂൾ ബസ്സിലായി. അതല്ലേ നല്ലത്. അതാവുമ്പോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ചിരിച്ച് സന്തോഷിച്ച് പോകാമല്ലോ. കൊണ്ടുവിടുന്ന ബുദ്ധിമുട്ട് നമുക്കുമില്ല. ചില ദിവസങ്ങളിൽ അനൂപ് പോകാൻ ലേറ്റാകും. അപ്പോൾ ആവണി മോളുടെ സ്കൂളിന്റെ സമയം തെറ്റും. അതുകൊണ്ട് സ്കൂൾ ബസ്സാ നല്ലതെന്ന് ഞാനാ പറഞ്ഞത്. മോളെ, ഇനി എന്നാ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോണ്ടത്? ഉടനെ പോയി കാണണം. എത്ര നാളത്തെ പ്രാർത്ഥനയ്ക്ക് വഴിപാടിന് ശേഷമാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം വന്നത്. അച്ഛമ്മള് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ, കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പറ്റില്ല. നെല്ലിശ്ശേരിയിൽ ഞാനില്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യവും നടക്കില്ല. പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം. അച്ഛൻ്റെ എല്ലാ ചിട്ടയും തെറ്റും. അത് ശരിയാ. ഇവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സേതുവാ. ആൺകുഞ്ഞായിരിക്കുമെന്ന് ഇന്ന് രാവിലെ ഫോൺ വിളിച്ചപ്പോ കൂടി പറഞ്ഞു. അത് ശരി. അതിനിടയില് മുത്തശ്ശന്മാർ രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ചോ? കൊച്ചുമക്കളുടെ കാര്യല്ലേ, തീരുമാനിച്ചോട്ടെ. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്കൊരുപോലെ തന്നെ. ഓഹോ, നെല്ലിശ്ശേരിയിൽ ഇപ്പോ ഉള്ളത് 2 പെൺകുഞ്ഞുങ്ങളല്ലേ? ഇവിടെ ഉള്ളതും പെൺകുഞ്ഞ്. അപ്പോൾ ഇനി ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് കൊള്ളാം, നല്ല ആഗ്രഹം തന്നെ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, അനൂപേട്ടന്റെ വൈഫ് മീര ചേച്ചിയല്ലേ? അതെ, ആരാ? ചേച്ചി, അനൂപേട്ടന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാ ഞാൻ. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താ കാര്യമെന്ന് പറയൂ. ചേച്ചി, ടെൻഷൻ അടിക്കരുത്, ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. എന്താ? അനൂപേട്ടൻ എവിടെ? അനൂപേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അയ്യോ, ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അനൂപേട്ടൻ എന്ത് പറ്റി? അനൂപേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഹലോ, ഹലോ. അയ്യോ, എന്താ മോളെ, എന്ത് പറ്റി? എന്താ മീരെ, അനൂപാണ് ഇപ്പൊ വിളിച്ചത്. ഹലോ, എടുത്തി, എന്താ എടുത്തി പറ്റിയേ? നിങ്ങളാരാ? മീരെ, എന്താ പറഞ്ഞത്? അമ്മേ, അനൂപേട്ടൻ എന്തേലും പറ്റോ? എന്താ അനൂപിന്? ആരാ നിന്നെ വിളിച്ചത്? നീ ബഹളം വയ്ക്കാതെ, അച്ഛനെ സംസാരിക്കട്ടെ. എന്താ വിവരം അറിയട്ടെ. എന്ത് പറ്റിയതാണോ? അവൻ അപകടം പറ്റിയെന്ന് പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ശരി. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഇതാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി തല്ലുണ്ടാക്കണോ വേണ്ടത്? നിനക്കത് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ എന്ത് തെറ്റാ എന്റെ ഭർത്താവിനോട് ചെയ്തത്? 7 വർഷം ഇയാൾ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ ഞാൻ ഇയാൾക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? അച്ഛൻ പറ, അതിനെ നിനക്കറിയില്ലേ? നീ ഒരു പെണ്ണല്ലേ, നിനക്കൊരു കുഞ്ഞുണ്ട്. അർച്ചനയും പ്രഗ്നന്റാ. മൂത്ത മരുമോളായ ഞാനോ എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഒരു കാര്യം ഞാൻ എല്ലാവരോടായിട്ട് പറയാം, എന്റെ ഭർത്താവിനെ മറ്റൊരുത്തിക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ ഇയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും ഞാൻ തയ്യാറല്ല. എന്റെ മരണം വരെ ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയും. നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പക്ഷേ നിന്റെ ഭർത്താവായിട്ട് ഞാൻ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. നിർത്തടാ. പറഞ്ഞ് രണ്ടുപേരും എങ്ങോട്ടായി പോകുന്നത്? തമ്മി തല്ലി തല കയറാനാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് തീർക്കണം. അല്ലാതെ ഇതുപോലെ പുറത്ത് വാരി വലിച്ചിട്ട് അലക്കരുത്. ഇതുപോലൊരു നാണക്കേട് വേറെ ഉണ്ടോടാ? അവന്തിയെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെ നിന്റെ ഭാര്യ. ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം. ഇവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ അവന്തിക. അത് നീ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, മേലിൽ ഉപദ്രവിക്കാൻ വേണ്ടി ഇവളുടെ ദേഹത്ത് കൈവച്ച് പോകരുത്. ഇനി ഇവളെ ഇതുപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. പെണ്ണുങ്ങളെ തല്ലുന്നത് ആണത്തോ അല്ലടാ, അത് ഭീരുത്വമാ. തല്ലി തോൽപ്പിച്ചല്ല ഭാര്യയെ കീഴടക്കേണ്ടത്, സ്നേഹം കൊണ്ടാ. ഇതൊക്കെ നിങ്ങൾ ഇനി എന്നാ പഠിക്കുന്നത്? ഒരാളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അവസാനമായി ഒന്നുകൂടി ഞാൻ പറയാം. ഇവളെ ഉപേക്ഷിക്കാനുള്ള എന്തെങ്കിലും തീരുമാനം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. അതിനെക്കുറിച്ച് എന്റെ മരണത്തിന് ശേഷം നീ ആലോചിച്ചാൽ മതി. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ ഭാര്യ ഉപേക്ഷിച്ചെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല.